ഇതേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കിബു വിക്കുഞ്ഞെ, വണ്ടർ വിക്കുനെ എന്ന ഓമന പേരിൽ വിളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് അദ്ദേഹം ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവന്ന ആദ്യ വിദേശ താരം. അദ്ദേഹം പരിശീലകനായിരുന്നു. വണ്ടർ വിക്കുഞ്ഞ എന്ന പേരിൽ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളി മോഹൻ ബഗാനെ കിരീട നേട്ടത്തിലേക്ക് നയിച്ചതിനു ശേഷം പുള്ളിയെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതലയിലേക്ക് കൈപിടിച്ച് നടക്കുന്നത് കരോലിസ് കിങ്സ് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കേരള ബ്ലാസ്റ്റേഴ്സിലെ ഒരു ദുരന്ത പരിശീലകനായിട്ട് തന്നെയാണ് പലരും കിബു ഇക്കുഞ്ഞയെ വിലയിരുത്തുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിനു ശേഷം ഐ ലീഗ് ക്ലബ്ബുകൾക്കൊപ്പവും പിന്നെ ഡയമണ്ട് ഹാർബർ പോലെയുള്ള ലോവർ ഡിവിഷൻ ക്ലബ്ബുകൾക്കൊപ്പം ഒക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലബ്ബുകളൊക്കെ ISL-ലേക്ക് വരുന്ന നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതേ വിക്കുഞ്ഞ ഇപ്പം ദേശീയ ടീം പരിശീലക ചുമതല ഏറ്റെടുക്കുകയാണ്. യൂറോപ്യൻ ടീമായിട്ടുള്ള പോളണ്ടിന്റെ കോച്ചിങ് സ്റ്റാഫിലേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പോളിഷ് നാഷണൽ ഫുട്ബോൾ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഇനി ബ്ലാസ്റ്റേഴ്സിനെ കളി പഠിപ്പിച്ച പഴയ വിക്കുഞ്ഞ ആശാൻ ഉണ്ടായിരിക്കും. അതെ, ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളഞ്ഞ വണ്ടർ വിക്കുഞ്ഞ ഇനി പോളിഷ് നാഷണൽ ഫുട്ബോൾ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരിക്കും, സഹപരിശീലകനായിരിക്കും.